NSS ആസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ സ്വാഗതം ചെയ്തപ്പോൾ മുതൽ ഇളകി മറിയുകയാണ് കോൺഗ്രസിലെ രാഷ്ട്രീയം. NSSന്റെ നീക്കത്തോട് കരുതലോടെ പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവ്. എല്ലാ ഹൈന്ദവ സംഘടനകളെയും സംഘപരിവാർ വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ച് നിന്ന നേതൃത്വമാണ് NSSനുള്ളത്. ഞാൻ അവരെ അന്നും അഭിനന്ദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പക്വമില്ലാതെ വെറുപ്പ് വിലക്ക് മേടിക്കുന്ന ഒരാളാണ്. വെള്ളാപ്പള്ളി നടത്തിയ ഈ വിമർശനത്തോടും ജാഗ്രതയോടെയാണ് പ്രതികരണം. ഞാൻ വിമർശനത്തിന് അതീതനല്ല. എന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് തിരുത്തേണ്ടതുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് ഞാൻ തെറ്റ് തിരുത്തും. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും പറയാനില്ല. മന്നൻ ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിൽ അഭിമാനമെന്ന് ചെന്നിത്തല. എനിക്ക് എല്ലാ സമുദായ സംഘടനകളുമായും അതിൻ്റെ നേതാക്കന്മാരുമായി നല്ല ബന്ധമാണുള്ളത്. നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ പാർട്ടിയാണ്. പക്ഷേ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ ഓരോരുത്തർക്കും അഭിപ്രായം പറയാമെന്നും കോൺഗ്രസ് എല്ലാ സമുദായങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണെന്നും KC വേണുഗോപാൽ. നല്ല കാര്യമാണ്. കോൺഗ്രസ് എല്ലാ സമൂഹങ്ങളെയും സമുദായങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. അപ്പോൾ എല്ലാവരുടെയും വാക്കുകൾ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ പാർട്ടിയാണ് ഔദ്യോഗികമായ അവസാനം തീരുമാനിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ പുകഴ്ത്തുന്ന KPCC അധ്യക്ഷൻ K സുധാകരൻ രമേശ് ചെന്നിത്തലയെ ഒട്ടും കുറച്ചു കാണുന്നുമില്ല. ആളിപ്പം വെള്ളാപ്പള്ളി നല്ല നടപ്പ് നടത്താൻ നമുക്കൊന്നും കഴിയില്ലല്ലോ. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, വെറുതെ ആയതല്ല. ജനങ്ങളെ സേവിച്ചും പാർട്ടിയെ സേവിച്ചിട്ടും വളർന്നു വന്ന ആളാണ് സതീശൻ. രമേശ് ചെന്നിത്തല ഇന്നലെ വന്ന രാഷ്ട്രീയക്കാരനൊന്നുമല്ലല്ലോ. സാമുദായിക നേതാക്കളെ വോട്ട് വാങ്ങാമെങ്കിൽ അവർക്ക് അഭിപ്രായം പറഞ്ഞൂടെ? ഞങ്ങളെ ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ കുറ്റമുണ്ടോ? ഞങ്ങൾ പോയി ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ലല്ലോ. ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്നും രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുന്ന പരസ്യ പിന്തുണ പാർട്ടിക്ക് ഗുണകരമാകുമെന്ന് ഒരു വിഭാഗം വിലയിരുത്തുമ്പോൾ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ ആരംഭിക്കും മുമ്പ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചെന്നിത്തലയെ ഉയർത്തിക്കാണിക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് NSSന്റെ പിന്തുണയോടെ നടക്കുന്നത് എന്ന മറുഭാഗവും കരുതുന്നു. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.